KSTP റോഡിലെ പാപ്പിനിശ്ശേരി താവം മേൽപ്പാലങ്ങളിലെ അറ്റകുറ്റപ്പണി അനിശ്ചിതമായി നീളുന്നു. പണി പൂർത്തിയാക്കി പാലങ്ങൾ എപ്പോൾ തുറക്കാനാവുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി പാലങ്ങളിലെ കോൺക്രീറ്റ് പൊട്ടിക്കുന്തോറും കൂടുതൽ അപാകം കണ്ടെത്തുകയാണ്. കോൺക്രീറ്റ് ഇളക്കി നീക്കുമ്പോൾ കമ്പികൾ തുരുമ്പെടുത്ത് ദ്രവിച്ചതായി കാണുന്നതാണ് അറ്റകുറ്റപ്പണി അനിശ്ചിതമായി നീളാൻ കാരണം. പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിലെ കിഴക്കുഭാഗത്തുള്ള ഒട്ടുമിക്ക സ്പാനുകളിലും ഗുരുതരമായ അപാകമാണുള്ളത്. സമാനമായ സ്ഥിതിയാണ് താവം മേൽപ്പാലത്തിലും. പാപ്പിനിശ്ശേരി പാലത്തിലെ റെയിൽപാളത്തിന്റെ കിഴക്കുഭാഗത്തുള്ള 10 സ്പാനുകളിൽ 2 കാര്യമായ അപാകമില്ലെങ്കിലും എക്സ്പാൻഷൻ ജോയിന്റുകൾ തകർന്ന നിലയിലാണ്. ബാക്കി 8 സ്പാനുകളിലും ഏറിയും കുറഞ്ഞും അപാകങ്ങളുണ്ട്. ഇതിൽ 2 സ്പാനുകൾ ജീർണിച്ച ഭാഗങ്ങൾ നീക്കി മൈക്രോ കോൺക്രീറ്റ് നടത്തിയിട്ടുണ്ട്. ബാക്കി 6 സ്പാനുകളിലും പ്രശ്നമുണ്ട്. ഇത് പൂർണ്ണമായി നീക്കി മാത്രമേ മൈക്രോ കോൺക്രീറ്റ് നടത്താനാകൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പ്രതിഷേധങ്ങളെല്ലാം നാട്ടിലാകെ പരക്കുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ നാട്ടുകാർ മനസ്സിലാക്കണമെന്നുള്ളൊരു ബോധ്യം ഡിവൈഎഫ്ഐക്ക് കൂടിയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുടെ വന്നപ്പോൾ ഈ പാലത്തിന്റെ സ്ഥിതി കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നു. അതിലൊന്ന് ഇപ്പോൾ നമ്മളെ കയ്യിലിരിക്കുന്ന കമ്പി നമ്മളിപ്പോൾ ഇവിടുന്ന് കൈകൊണ്ട് പൊട്ടിച്ചെടുത്ത കമ്പിയാണ്. ഇപ്പോൾ പുരാവസ്തു പോലെയാണ് ഈ കമ്പികളുള്ളത്. ഒരു സാധാരണ നമ്മുടെ നാട്ടിലെ വിദഗ്ധരായ എഞ്ചിനീയർമാർക്കും അതുപോലെ തന്നെ നമ്മളെ നിർമ്മാണ തൊഴിലാളികൾക്കും അറിയാം. ഇതൊരു 10-25 കൊല്ലത്തിലധികം വർഷത്തിലധികം ഈട് നിൽക്കുന്ന സാധനങ്ങളാണ് ഈ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന കമ്പികൾ. 25-50 വർഷങ്ങളിലധികം ഈട് നിൽക്കുന്നത്. പക്ഷേ ആ കമ്പികൾ പോലും ഇത് ഏകദേശം ചെറിയ വർഷങ്ങൾ കൊണ്ട് തന്നെ പുരാവസ്തു പോലെ ദ്രവിച്ച് ഉള്ളൊരവസ്ഥയാണ് നമ്മൾ ഈ പാലത്തിനകത്തുള്ളത്. അപ്പോൾ ഈ പാലം നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായ VK ഇബ്രാഹിം കുഞ്ഞ്, അതുപോലെ അന്ന് ഇവിടെ MLA ആയി ഉണ്ടായത് KM ഷാജി, ഈ 2 ആളുകളെയെല്ലാം വലിയ നിലയിലുണ്ടായ അഴിമതിയുടെ ഒരു നിലയാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. ഈ മാസം അവസാനമെങ്കിലും മേൽപ്പാലം തുറന്നു കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പാപ്പിനിശ്ശേരി മേൽപ്പാലം ഫെബ്രുവരി 5-നും താവം പാലം 14-നുമാണ് അടച്ചിട്ടത്. പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിലെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നതിനിടെ അടിഭാഗത്ത് കണ്ടെത്തിയ വിള്ളലും ആശങ്ക ഉയർത്തുന്നു. സ്വകാര്യ ആശുപത്രിക്ക് സമീപം ഓട്ടോ പാർക്കിങ്ങിന് തൊട്ടുമുകളിലാണ് വിള്ളൽ കണ്ടെത്തിയിട്ടുള്ളത്. പാലത്തിന് മുകളിൽ നിന്ന് പതിവായി വെള്ളം താഴേക്കിറങ്ങുന്ന ഭാഗമാണിത്. കോൺക്രീറ്റ് അടിഭാഗത്തോളം ദുർബലമായിട്ടുണ്ടെന്നതിൻ്റെ തെളിവാണ് വിള്ളലെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2018 അവസാനം തുറന്നുകൊടുത്ത പാപ്പിനിശ്ശേരി പിലാത്തറ KSTP റോഡിലെ മേൽപ്പാലങ്ങളെക്കുറിച്ച് നിരവധി പരാതികൾ 1 വർഷത്തിനുള്ളിൽ തന്നെ ഉയർന്നിരുന്നു. വിജിലൻസ് അന്വേഷണവും നിരവധി വിദഗ്ധ സമിതികളുടെ പഠനവും നടന്നുവെങ്കിലും നാളിതുവരെ ഒന്നിൻ്റെയും റിപ്പോർട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിയില്ല. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.